നമ്മളൊരു 1980കളിലെ സിനിമയിലൊക്കെ പോയ പോലെ ഇല്ലേ, ഒരു തവളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച എന്താന്ന് വെച്ചാൽ കാണിച്ചു തരാവേ. നമ്മൾ 2 ചായ ചോദിച്ചു, 2 ചായ തന്ന സ്റ്റൈലാണ് കണ്ട. ഞങ്ങൾ പറഞ്ഞു ഇതിലല്ലാതെ ഗ്ലാസ്സിലില്ല, അപ്പോൾ ഗ്ലാസ്സില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് നല്ല രസം, അത് ഒരു എക്സ്പീരിയൻസാ. നന്നായിട്ട് തണുക്കണ്ടെടുത്ത് കുടിക്കാനാവില്ല, കൈ പൊള്ളും. നമ്മള് കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിക്കണം. അപ്പൊ ഇത് നമ്മളിതൊന്ന് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞു കുടിക്കാൻ വേണ്ടിട്ട് ഇരുന്നതാണ്. ഇനിയിപ്പോ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് കഴിക്കുള്ളൂ. ചായ കുടിക്കുന്നത് സൂപ്പറല്ലേ. ഇതൊക്കെ ലിവറി ലൈഫിന്റെ ഭാഗങ്ങളാണ്. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് ഒരു മനുഷ്യന് സാഹചര്യം ഉണ്ടാവും, നല്ല സാഹചര്യം ഉണ്ടാവും, പെരാന്ത് വരുന്ന സാധനങ്ങൾ ഉണ്ടാവും. മനസ്സിലായ? പക്ഷെ നമ്മൾ ഇന്ന് കയറിയ 2 സ്ഥലവും അടിപൊളിയായിരുന്നു. പക്ഷെ ഇത് മാത്രം ഫ്ലോപ്പായി പോയിരുന്നു. അല്ല, ഇതൊക്കെ ഇത്ര പ്രതീക്ഷ. അതെ അതെ, അല്ല എനിക്ക് ഓക്കെയാണ്. പിന്നെ നമ്മളെല്ലാ സാഹചര്യമായിട്ടും ഈ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര മറ്റേ മൂപ്പറുടെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് മറ്റേ ഇതിന് പോയിരിക്കുമ്പോൾ ആഫ്രിക്കയിൽ പോയപ്പോൾ ഒരു സാധാ സെറ്റപ്പ് പ്രാകൃതമായിട്ടുള്ള രീതിയിൽ ഒരു മറ്റേ എന്തായിരുന്നു കയറ് കൊണ്ട് കെട്ടിയൊരു കട്ടിലും, പിന്നെ അവിടെ ഭയങ്കര ഭീകര കൊതുക്കും. ആ അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇയാള് പൈസ കൊടുത്ത് പോയി. എല്ലാവർക്കും ഇതൊക്കെ വന്നത് സൗഭാഗ്യങ്ങൾ ഇപ്പോഴൊക്കെ അല്ലേ വന്നത്. ഇത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടാ, നമ്മളെ ഒരു കാര്യം ചിന്തിക്കണം. നമുക്കിപ്പോൾ ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഗൂഗിൾ മാപ്പ്, ഫോണ് എല്ലാം ഉണ്ട്. നമ്മൾ പോണത് തന്നെ ഓക്കെ, നമുക്ക് നല്ല ധൈര്യമുണ്ട്. ട്രക്കുകളാണെങ്കിലും ഇപ്പോൾ വലിയ എക്യുപ്ഡ് ആയിട്ടുള്ള ട്രക്കുകൾ. ഇതിനു മുമ്പ് ഒരു 1980കളിൽ ഈ നാഷണൽ പെർമിറ്റ് വീടുണ്ടായിരുന്ന ആളുകളുടെ അവസ്ഥ എന്നാണ്. സമ്മതിക്കണം. പിന്നെ പ്രായമുള്ള വയസ്സായ ആൾക്കാരെ എത്ര നമ്മളൊക്കെ കാണും മുമ്പേയൊക്കെ പോണതല്ലേ. മൊബൈലൊന്നും ഇല്ല, വിളിക്കാൻ സൗകര്യമില്ല. ഇവിടെ നിന്ന് ഒരു ബില്ലും പേപ്പറും കൊടുത്തു വിട്ട് കഴിഞ്ഞാല് ബില്ല് അത് എഴുത്ത്, എല്ലാവരും എഴുത്തിലാണ്. ഒരു ഫോൺ നമ്പർ ഫോൺ നമ്പർ ഇല്ല, അഡ്രസ്സിലൊക്കെ തപ്പി പോണം. അതും ഒരു എമൗണ്ട്. അതായത് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എമൗണ്ട് ഇവരുടെ കയ്യിൽ കൊടുത്തു വിടും. അതിനകത്ത് വണ്ടി അവിടെ എത്തണം, ഓടി എത്തണം, എല്ലാം ചെയ്ത് വണ്ടി അവിടെ ചെല്ലുമ്പോ. അതായത് നിങ്ങൾ വിചാരിക്കണം, ഇവര് ചിലപ്പോ അന്നത്തെ മുതലാളിമാര് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ ഡീസൽ റിസ്ക് എടുത്തിട്ടുള്ള പരിപാടിയാണ്. അവരുടെ ഡീസൽ അവിടെ എത്താനുള്ള ഡീസൽ ചെലവ് അത് മാത്രമേ കണക്ക് കൂട്ടിയിട്ടുണ്ടാവുള്ളൂ. ടയറൊന്നും അവര് കണക്ക് കൂട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോ. അതാണ് എനിക്ക് പഴയ ചായക്കടയായിട്ടാണ് തോന്നുന്നത്. പഴയ ടി വി ഒരു നമ്മള് ഇതൊക്കെ ഒരു വൈബാട്ടോ, ഒരു 90s ആ ഒരു വൈബൊക്കെ കിട്ടുന്നുണ്ട്. കിച്ചൺ കാണിച്ചു കൊടുത്തോണ്ടാ. ഓപ്പൺ കിച്ചൺ ആണ്, ഓപ്പൺ കിച്ചൺ. ഇതൊരു എക്സ്പീരിയൻസ് ആട്ടോ, ഭയങ്കര എക്സ്പീരിയൻസ് ആക്കി.